നീ എൻ്റെ മകനാടാന്ന് പറഞ്ഞു. ദിവിഷ തീർച്ചയായും വൈകാരികമായ ഒരു അഭിപ്രായം തന്നെയാണ്. എന്ത് ചോദിക്കണമെന്ന് എന്ത് പറയണമെന്നോ നമുക്ക് തന്നെ അറിയില്ല. ചെല്ലപ്പൻ്റെ മകൻ ദീപ് കൂടി നമുക്കിപ്പം ചേരുകയാണ്. എൻ്റെ അച്ഛൻ്റെ മരണത്തിനുള്ള ഉത്തരവാദി ആരാണേലും അവർ പുറത്ത് വന്നേ പറ്റുള്ളൂ. അച്ഛൻ അങ്ങനെ ഒരാളല്ല. അച്ഛൻ അങ്ങനെ ആത്മഹത്യ ചെയ്തോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി തന്നെ സമരം ചെയ്ത് ജീവിച്ചതാണ് അച്ഛൻ. അച്ഛനിപ്പം മെഡിക്കൽ കോളേജിലോട്ട് ബോഡി ഇപ്പം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പം അവിടുന്ന് ബോഡി തിരിച്ച് എൻ്റെ അച്ഛൻ അധ്വാനിച്ച് പറമ്പിൽ അച്ഛൻ്റെ മണ്ണിൽ തന്നെ അച്ഛനെ ദഹിപ്പിക്കാൻ വേണ്ടി എന്നാൽ എന്നൊക്കെ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. കയ്യിലും കടുത്തുരുത്തിലേക്ക് താമസം മാറുള്ള സാഹചര്യം പഴയ ഒരു കഥയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആകും. അതൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ട് അച്ഛൻ എല്ലാവർക്കും സഹകരണക്കാരനാണ്. മറ്റുള്ളവന് വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാർ കോട്ടയം സബിലൊക്കെ ആക്കിയായിരുന്നു. മെമ്മറാണ്ടൊക്കെ ഉണ്ടാക്കി ഒപ്പിട്ട്. അപ്പം ഞാൻ ഗൾഫില്ല, 20 ദിവസം ഞാൻ ഗൾഫില്ല, UAE. എന്നിട്ട് എല്ലാം നശിപ്പിച്ച് പിന്നെ ഇവിടുന്ന് നാട് വിടുക. ആത്മഹത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ ഇവിടുന്ന് പോയി ഞങ്ങൾ. എന്നിട്ട് പഴനിക്ക് പോയി. CPM അല്ല, രാഷ്ട്രീയമായിട്ട് CPM അല്ല. ഞാൻ അങ്ങനെ പറയുകയില്ല. അത് അച്ഛന് മാത്രമായിട്ട് ഇനി അച്ഛനോട് ചോദിച്ച് പറയുമല്ലോ. അച്ഛൻ്റെ അതിനകത്ത് കിട്ടിയ പേപ്പറിനകത്ത് കാര്യമുണ്ട്. അച്ഛന് ഒരു സാധനം അച്ഛൻ്റെ ബോഡിക്കകത്ത് നിന്ന് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. സീൽ ചെയ്ത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. പല കാര്യങ്ങളുണ്ട് അച്ഛൻ്റെ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 6:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, നിൻ്റെ അച്ഛൻ തൂങ്ങി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എന്നാന്നറിയാമോ, അമ്മച്ചി വിഷമിക്കരുതെന്ന് പറഞ്ഞു. വേല അമ്മയ്ക്കും നടക്കാൻ മേല, ഒരു കാല് തളർന്നിരിക്കുന്ന എൻ്റെ അച്ഛൻ ഹാൻഡിക്കാപ്പാ. എന്നിട്ട് പുള്ളി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും. ഇതാ ഏരുവള്ളി ഇടയാഴം ജംഗ്ഷൻ കഴിയുമ്പം കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ SBI ബാങ്കിൻ്റെ അടുത്ത് എന്നോട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു, എടാ നീ ഇത് നോക്കിക്കോണം, എന്നെ കുറച്ച് പേര് ചതിക്കുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ പടിഞ്ഞാറ് അറബിക്കടലിൽ കൊണ്ട് താത്തൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എന്നെ സമരമാണെന്നാണ് ചോദിച്ചത്. എന്നിട്ട് ഞാൻ ഈ കാസ്ട്രോ എന്ന് പറഞ്ഞ കൂട്ടുകാരനെ ഞാൻ ഇന്നലെ പിന്നെയും പണിക്ക് പോവുകയായിരുന്നു. കാസ്ട്രോന് പകരം അവിടെ വിട്ടിട്ട് അവനോട് പോലും പറഞ്ഞില്ല. ഒരാളെ തോറ്റു പോകുമ്പോഴേ, എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ശക്തി. എൻ്റെ അച്ഛൻ അത് മക്കൻ ചെല്ലപ്പനെ അറിയപ്പെടുള്ളൂ. ഈ പച്ചക്കറിയുടെ തൈകൾ പോർട്രേറ്റ് ട്രേയിൽ നിർമ്മിക്കാൻ വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന, ബാംഗ്ലൂർ പോയി പഠിച്ചിട്ട് കൊണ്ടുവന്ന് പ്രസ്ഥാനം. അത് കഴിഞ്ഞാണ് എല്ലായിടത്തും നഴ്സറി ഉണ്ടായത്. ഇപ്പോഴും പുള്ളിയുടെ ഓട്ടോ ഇവിടെ കിടപ്പുണ്ടോ? അതൊക്കെ ഗുരുകൃപ എന്ന് പറഞ്ഞ ഹോർട്ടിക്കൾച്ചർ നഴ്സറി. പുള്ളി വിട്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട് വിട്ടുപോയി. എൻ്റെ അമ്മയുടെ കൂടെ പോലും നിൽക്കാതെ. എന്നിട്ട് അമ്മ രാവിലെ പറയാം, എൻ്റെ അച്ഛൻ വരുമെന്നല്ലടാ നീ പറഞ്ഞെന്നാ ഇന്നലെ ചോദിച്ചത്. ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ പറഞ്ഞ, ചാച്ചാ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുക്കാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ അടുക്കുമെന്ന് ഉച്ച കഴിയുമ്പോൾ കാണാം. എൻ്റെ വീട്ടിൽ കൊണ്ട ഞാൻ കർമ്മ എന്ന് പറഞ്ഞാൽ എന്നാ കർമ്മ, ബലിയിടുന്ന നല്ല കർമ്മ. എൻ്റെ വീട്ടിൽ കൊണ്ട് ഞാൻ ഈ മനുഷ്യനെ എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ അകത്തോട്ട് ഒരു ആയുർവേദ ഡിസ്പെൻസറി, അതിൻ്റെ ഇട സൈഡ് ഒരു കലിങ്ക് പാലം, അതിൻ്റെ ഇട സൈഡിലാണ് ഞങ്ങളുടെ ഫാമൊക്കെ നേരത്തെ നിന്ന്. ആ ഫാം അവിടെ ഉണ്ട്. ഇപ്പം ആ ഫാം പൊളിച്ചിട്ടാണ് വേരുവള്ളി കൊണ്ട് ഈ ഇടയാഴത്ത് തൊട്ടപ്പുറത്ത് ഒരു 2.5 കിലോമീറ്റർ മാറുമ്പം കൊണ്ട് ചെയ്തേക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ അച്ഛൻ തോറ്റിട്ടില്ല. അച്ഛൻ്റെ IQ സെൻസ് വളരെ വലുതാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് പുള്ളിക്കൊരു മകനുണ്ട്. അതാണ് ഞാൻ എന്നുവെച്ചാൽ ചതിച്ചവനാ പിടിയൽ. ഞാൻ ആരും പറയല, അത് നിയമമുണ്ട് ഇവിടെ. ആ പേരിനകത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അതിനും മേളിൽ അച്ഛൻ്റെ അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്യിപ്പിച്ച്. അച്ഛൻ ഒത്തിരി കുറേ സങ്കടങ്ങൾ പറഞ്ഞോ. എല്ലാം പറയാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് എല്ലാം പറയാൻ പറ്റത്തില്ല. ചില പേരുകളും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ബോഡി വരെയും രാഷ്ട്രപതിക്ക് കൊടുത്തേക്കുന്ന മനുഷ്യനാണ്. ബോഡി 15 കൊല്ലം ആക്ഷൻ കൗൺസിൽ ചെയർമാനാണ് പുള്ളി. ആ മനുഷ്യൻ സമരങ്ങളൊക്കെ, സമരം എന്ന് പറഞ്ഞാൽ വൈക്കത്ത് ഈ നമ്മുടെ ഈ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഓരുമുട്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ ഓരുമുട്ടിന് അവർ മുട്ടിടിയല്ല. അപ്പോൾ ഉപ്പ് കയറിപ്പോൾ കൃഷി മുഴുവൻ നശിക്കും. അച്ഛൻ 1 സെൻറ്റ് പാടം പോലും ഇല്ലെന്ന് ഓർത്തോണം. അച്ഛൻ എന്നിട്ട് കുരിശേ പോയി തൂങ്ങിക്കിടന്ന്. ഞാൻ +1 +2 വൈക്കം ബോയ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാം, നിൻ്റെ അച്ഛൻ തൂങ്ങിക്കിടപ്പുണ്ടെന്ന്. എന്നുവെച്ചാൽ കുരിശേ തൂങ്ങി നിൽക്കി.
എന്നിട്ട് പിടിച്ച് നാരങ്ങ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കി നമ്മളെ അച്ഛനെ പിന്നെ വൈക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. സമരം തീരും, വിജയിക്കും. വിജയിക്കുന്നവരെ മിടിയല്ല. പിന്നെ കോട്ടയം കളക്ടറേറ്റ് ചിതയൊക്കെ ഒരുക്കിയിട്ട് നേരെ സബ്ബി പോവുമല്ലേ. ആക്ഷൻ കൗൺസിലിന് മറ്റുള്ളവന് വേണ്ടി ജീവിച്ച ജീവിതം ഇപ്പോഴും ആർക്കോ വേണ്ടിയിട്ടാണിത്. എന്നോട് പറഞ്ഞു നീ എൻ്റെ പുറകെ വരരുതരാന്നാ പറഞ്ഞത്. അത്തരത്തിൽ വലിയ സമരങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ്. ഇത്തരത്തിലൊരു എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് മുന്നിൽ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തോറ്റു പോകും തോന്നുന്നുണ്ട്. അച്ഛനെ തോപ്പിച്ചതാ. അച്ഛനെ തോപ്പിച്ചതാ. അച്ഛൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അച്ഛനെ തോപ്പിച്ചതാ. അല്ല ഇത് ചേട്ടാ യോജിച്ച് വീട്ടിലുണ്ട്. അച്ഛൻ അങ്ങനെ ചെയ്യല്ലോ ചേട്ടാ. എന്റെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞതാ ഞാൻ തിരിച്ച് അവിടെ പുതിയ ഫാം തുടങ്ങുന്നത്. ഇത് അതിനകത്ത് എന്തോ ഉണ്ട്. കൈയും വയ്യാത്ത കാലും വയ്യാത്ത ആളെ എങ്ങനെ കരുതി? ഈ ജെ പി ഷാജി അതിനകത്ത് രാത്രി ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല. അത് സാറേ അച്ഛനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. സത്യമായിട്ട് ഇവിടെ എപ്പോഴും വരുമായിരുന്നു. തോപ്പിച്ച് കളഞ്ഞത് ആരാ? ഞാൻ പറയില്ല. അമ്മയെടുക്ക അച്ഛനെ കൊണ്ടുവരാന്ന് പറയും. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് വന്നത്. കൊണ്ടില്ല. ഞാൻ കടുത്തുരുത്തില്ലപ്പോൾ അവിടെ വരുമായിരുന്നു. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു മനുഷ്യനല്ലെന്നേ. മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം. ആ കാറെ കയറി മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കോട്ടെ. അതെ അവിടെ ഏർപ്പെടുത്തല്ല. നീ ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകണം. വിഷയം എന്തായാലും ചോദ്യങ്ങൾ നമുക്കുമില്ല, ഉത്തരങ്ങൾ പറയാൻ ദീപുവിനും വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം ദീപു ഉറപ്പിച്ച് പറയുന്നുണ്ട്, അവൻ്റെ അച്ഛൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളല്ല. നിരവധിയുടെ സമരങ്ങൾ വൈക്കത്തും തലയെഴുത്തുമൊക്കെ തന്നെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രശ്നങ്ങൾ, കാർഷിക വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് മകൻ ദീപു ഉറപ്പിച്ച് പറയുന്നത്.